25 വയസ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ പരിമിതപ്പെടുത്താനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് കോഴിക്കോട് KSRTC ടെർമിനലിലേക്ക് KSU പ്രതിഷേധ മാർച്ച് നടത്തി. ബസ് തടഞ്ഞ സമരക്കാർ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജുവിന്റെ കോലം കത്തിച്ചു. വിദ്യാർത്ഥി കൺസെഷൻ ഇല്ലായ്മ ചെയ്യാനുള്ള സർക്കാർ നീക്കത്തെ തെരുവുകളിൽ നേരിടുമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ കോഴിക്കോട് പറഞ്ഞു. KSRTCയുടെ നഷ്ടത്തിന്റെ അധിക ബാധ്യത വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കേണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. KSRTC കൺസെഷൻ സംബന്ധിച്ച വിവാദത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സംസ്ഥാനമൊട്ടുക്കും KSU നടത്തുന്നത്. അതിൻ്റെ സംസ്ഥാനതല പ്രക്ഷോഭമാണ് ഇപ്പോൾ കോഴിക്കോട് നടന്നിരിക്കുന്നത്. ഇവിടെ KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉണ്ട്. അലോഷ്യസ്, ഏത് തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് ഇനി നിങ്ങൾ ഈ വിഷയത്തിൽ? ഈ KSRTC ഡിപ്പോയിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ ആരംഭം കുറിച്ചത് സംസ്ഥാന തലത്തിലുള്ള സമരത്തിൻ്റെ ഒരു സൂചന മാത്രമാണ്. കേരളത്തിൻ്റെ എല്ലാ തെരുവുകളിലും സമരവുമായിട്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ കടന്നു വരും. കൺസെഷൻ എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ അവകാശമാണ്, അത് സർക്കാരിൻ്റെ ഔദാര്യമല്ല. അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള സർക്കാരിൻ്റെ എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളെയും നഖശികാന്തം എതിർത്തുകൊണ്ട് കേരള വിദ്യാർത്ഥി യൂണിയൻ മുന്നോട്ട് പോകും. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ, അതിന് പ്രായവ്യത്യാസമില്ലാതെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കൺസെഷൻ നൽകണമെന്ന് പറയുകയാണ്. KSRTCയുടെ കെടുകാര്യസ്ഥതയുടെ ബാധ്യത, അതിൻ്റെ ഉത്തരവാദിത്തം താങ്ങേണ്ടുന്ന ആളുകളല്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുവാനും കേരള വിദ്യാർത്ഥി യൂണിയൻ ആഗ്രഹിക്കുകയാണ്. 960 കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് KSRTC MD പറയുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ഇത്തരത്തിൽ KSRTC മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോയത്. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ നൽകിയത് കൊണ്ടാണ് KSRTCക്ക് ബാധ്യത ഉണ്ടായി എന്ന തരത്തിലുള്ള വ്യാഖ്യാനമൊന്നും അംഗീകരിക്കുവാൻ KSU തയ്യാറല്ല. വിദ്യാർത്ഥികളുടെ കൺസെഷൻ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്വകാര്യ ബസ് ജീവനക്കാരും അതുപോലെ തൊഴിലാളികളും എല്ലാം സമരരംഗത്ത് ഇറങ്ങാൻ പോവുകയാണ്. അതിനെ എങ്ങനെയാണ് KSU? ഏത് തരത്തിൽ സമരം ചെയ്യണമോ വേണ്ടയോ എന്ന് അവർ തീരുമാനിക്കട്ടെ. അത് അവരുടെ അവകാശമാണ്, അവരുടെ ന്യായമായിട്ടുള്ള അധികാരമാണ്. എന്നതിൻ്റെ പേരിൽ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ കൺസെഷൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ സമരം അവസാനിപ്പിക്കാമെന്നാണ് കേരളത്തിലെ പ്രൈവറ്റ് ബസ് ഉടമകൾ വിചാരിച്ചത് എങ്കിൽ ഇവിടെ വെള്ളത്തിന് തീ പിടിച്ച അവസ്ഥയിൽ കേരളത്തിൻ്റെ തെരുവോരങ്ങളെ സമര കലുഷിതമായിട്ടുള്ള നാളുകളായിരിക്കും. നിങ്ങൾ സമരത്തിൽ കയറ്റിയിട്ടിരിക്കുന്ന ബസ്സുകൾ അത് നിങ്ങളുടെ ഷെഡുകളിൽ തന്നെ ഇരിക്കേണ്ടി വരുമെന്ന് പറയുവാൻ KSU ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിദ്യാർത്ഥി കൺസെഷൻ സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ കൃത്യമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭം ഉണ്ടാകുമെന്നും KSU സംസ്ഥാന അധ്യക്ഷൻ വ്യക്തമാക്കുന്നു. കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ വസീം അഹമ്മദിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.